പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്കും പങ്കാളിത്തം നൽകാൻ ശ്രമിച്ചിരുന്നു എന്ന് എല്ലാ സുവിശേഷകരും സമർത്ഥിക്കുന്നുണ്ട്. ശമരിയ സ്ത്രീ, രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീ, 2 കാശിട്ട വിധവ, മഗ്ദലക്കാരത്തി മറിയ തുടങ്ങി തള്ളപ്പെട്ട അനേക സ്ത്രീകളോടും യേശുവിൻ്റെ മനോഭാവം യേശുവിൻ്റെ വിശാല ദർശനത്തെയാണ് കാണിക്കുന്നത്. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷം പലപ്പോഴും ഐഡന്റിറ്റി അസേർഷനുമായി ബന്ധപ്പെട്ടതാണ്. സ്ത്രീയുടെ സാമൂഹിക സ്ഥാനം പുരുഷനോടൊപ്പം തന്നെയാണ്. ഇവിടെ ഒരു മേധാവിത്വത്തിനല്ല പ്രസക്തി, മറിച്ച് പരസ്പരം മനസ്സിലാക്കുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്നതിനും തയ്യാറാകുമ്പോഴാണ് കുടുംബത്തിലെ സംഘർഷം ഇല്ലാതാക്കാൻ സാധിക്കുക. വിവാഹ ശുശ്രൂഷയിൽ പട്ടക്കാരൻ അങ്ങനെയാണല്ലോ വരനെയും വധുവിനെയും അനുഗ്രഹിച്ച് പറയുന്നത്. ഇന്നു മുതൽ ദൈവം തമ്പുരാൻ നിങ്ങളെ ഒന്നായി ചേർത്തിരിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർ എന്നതിൽ വചനം അനുശാസിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളെയും ദമ്പതികളെയും അവിടെ കൂടി വന്ന മറ്റു വ്യക്തികളെയും മനസ്സിലാക്കുന്നു. പരസ്പരം കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുമെന്ന് ദമ്പതികൾ ദൈവസന്നിധിയിൽ വാക്കു പറയുന്നു. ഈ തീരുമാനത്തെ ശരിയായ അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കുടുംബത്തിലെ സംഘർഷങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കുവാനുള്ള ദൈവകൃപ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാർത്തയും മറിയയും ചെയ്തത് മഹത്തായ ശുശ്രൂഷയാണ്. എന്നാൽ കർത്താവിനോട് കൂടെ ആയിരിക്കാൻ ലഭിക്കുന്ന അവസരം അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റി. ഇവിടെ മാർത്തയുടെയും മറിയയുടെയും സ്വഭാവത്തിൽ നിന്നും കർത്താവ് എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? മറിയ ഒരു കാര്യം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതിലേക്കുള്ള ഏകാഗ്രത അതാണ് അവളെ സന്തോഷവതിയാക്കുന്നത്, വ്യഗ്രചിന്ത ഇല്ലാത്തവളായി മാറ്റുന്നത്. നമ്മുടെ ജീവിത നിയോഗം തിരിച്ചറിയുക, ആ നിയോഗത്തിൽ നിന്നും ശ്രദ്ധ വിടാതെ പിന്തുടരുക. ദൈവം തമ്പുരാൻ ഈ ലോകത്തിൽ എന്നെയും നിങ്ങളെയും ആക്കിയിരിക്കുന്നത് ഒരു പ്രത്യേക നിയോഗത്തോടു കൂടിയാണ്. അത് തിരിച്ചറിയുക, അതിൽ നിന്നും ശ്രദ്ധ പതറിപ്പോകരുത്. ശ്രദ്ധയോടെ ജീവിക്കുന്നിടത്താണ് തൃപ്തിയും സന്തോഷവും ഉണ്ടാകുന്നത്. നമ്മിലൂടെ ദൈവം ലോകത്തോട് സംവദിക്കുന്നത് ക്രിസ്തു സന്ദേശത്തിൻ്റെ ഒരംശമാണ്. അതാണ് ജീവിതത്തിൻ്റെ നന്മ. നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുമ്പോൾ അതിൽ തൃപ്തിയുണ്ടാകും, സന്തോഷമുണ്ടാകും, ദൈവനാമം മഹത്വപ്പെടും. ഒപ്പം അനാവശ്യ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകാതിരിക്കുവാനും അസ്വസ്ഥരാകാതിരിക്കുവാനും നമുക്ക് സാധിക്കും. അധ്വാനത്തിൻ്റെ അമിതഭാരം കൊണ്ടാകാം, അല്ലെങ്കിൽ എല്ലാ ജോലിയും തനിയെ ചെയ്യേണ്ടി വന്നതിൻ്റെ ദുഃഖം കൊണ്ടാകാം മാർത്ത വല്ലാതെ മനസ്സ് കലങ്ങി യേശുവിനോട് പരിഭവപ്പെടുന്നതായിട്ട് ഈ ഭാഗത്ത് രേഖപ്പെടുത്തുന്നു. തുടർന്ന് യേശുവും മാർത്തയും തമ്മിലുള്ള സംഭാഷണമാണ് ഈ ഭാഗത്ത് നാം കാണുന്നത്. കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിടുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ മറിയോട് കൽപ്പിച്ചാലും എന്ന് മാർത്ത യേശുവിനോട് പരിഭവം പറയുന്നു. മാർത്തയുടെ ഈ സംഭാഷണത്തെ മീ ടോക്സ് എന്നാണ് ചില ചിന്തകർ വിലയിരുത്തുന്നത്. ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് കാണാം, ഈ സംഭാഷണത്തിൽ 3 പ്രാവശ്യം മാർത്ത ഞാൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. മാർത്തയുടെ പരാതിക്ക് യേശു നൽകിയ മറുപടി ഇപ്രകാരമാണ്. യേശു പറയുന്നു, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നും മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെതായ എല്ലാ തിരക്കുകൾക്കിടയിലും നമ്മുടെ പ്രയോറിറ്റി കർത്താവിനോട് കൂടെ ആയിരിക്കാൻ സമയം കണ്ടെത്തുന്നതിന് ആയിരിക്കണം. അത് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് സ്വയം വിലയിരുത്താം. രണ്ടാമതായിട്ട് എൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത, പ്രാർത്ഥനയും പ്രവർത്തനവും സമന്വയിപ്പിക്കണം. ഇൻ്റഗ്രേറ്റിംഗ് പ്രയർ ആൻഡ് ആക്ഷൻസ്. മാർത്തയുടെയും മറിയയുടെയും സ്വഭാവമുള്ളവരാണ് നമ്മിൽ പലരും. കൂടുതൽ സമയം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, ഒരുപാട് സമയം ആകുലതപ്പെട്ടുകൊണ്ടിരിക്കും. പ്രവൃത്തി കഴിഞ്ഞിട്ട് പ്രാർത്ഥനയുടെ ശാന്തതയിലേക്ക് വരുവാൻ നമുക്ക് പറ്റുന്നില്ല.
കർത്താവ് ഈ ഭാഗത്തിലൂടെ നമ്മോട് സംസാരിക്കുകയാണ്. കർത്താവിൻ്റെ പാദത്തിൽ ശാന്തമായി ഇരിക്കുവാൻ നാം ജീവിതത്തിൽ സമയം കണ്ടെത്തണം. ഒരുപാട് കാര്യങ്ങളിൽ വ്യാകുലപ്പെട്ട് പ്രവൃത്തികളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു പോകുന്ന ഒരു അവസ്ഥ. പ്രവൃത്തി കഴിഞ്ഞിട്ടൊന്ന് ശാന്തമായിട്ടിരിക്കുവാൻ നമ്മെ കൊണ്ട് സാധിക്കുന്നില്ല. നാം കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ആ സ്നേഹം അനുഭവിച്ചുകൊണ്ട്, ആ സ്നേഹത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കുറച്ചുകൂടെ ഇൻറ്റഗ്രിറ്റി ഉണ്ടാകും. ബഥാനിയിലെ ഈ സംഭവം നമുക്ക് ഒരു ഐ ഓപ്പണറാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ നാം എല്ലാവരും പലതരത്തിൽ തിരക്കിലാണ്. പണ്ടത്തേതിനേക്കാട്ടിലും കൂടുതലായി ആഘോഷങ്ങൾക്ക് നാം പ്രാധാന്യം നൽകുന്നുണ്ട്. അതിലൂടെയൊക്കെ ഒരു ഫെലോഷിപ്പ് ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം.